ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന ഒരു കിടിലൻ വെബ്സൈറ്റാണ്. ഇതേപോലെ നമുക്ക് കുറേ വെബ്സൈറ്റുകളുണ്ട്. അതിനകത്ത് ഒരു വെബ്സൈറ്റാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം നമുക്ക് ഈ വെബ്സൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് സെൻഡ് ചെയ്ത് നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാം. അപ്പം നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക. നമ്മൾ ഓൾറെഡി തന്നെ മൊബൈലിനകത്തൊക്കെ അല്ല ക്യാമറയിലൊക്കെ കുറച്ച് പേരെങ്കിലും ഫോട്ടോസ് എടുക്കുന്നവരായിരിക്കും അല്ലേ. വെറുതെ ഫോട്ടോസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്തായാലും അത് ആ ഫോട്ടോസ് വിട്ടിട്ട് നമുക്കൊരു ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതായിരിക്കും അല്ലേ. ഇതിനകത്ത് നമ്മുടെ ഇല്ലുസ്ട്രേഷൻസും ഫോട്ടോസൊക്കെ ഇട്ട് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക, അല്ല എമൗണ്ട് കിട്ടും. ഏകദേശം ഒരു ഫോട്ടോയ്ക്ക് നമുക്ക് $30 നമുക്ക് അതിൻ്റെ റവന്യൂ ആയിട്ട് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 2000 രൂപ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി തന്നെ ഈ വെബ്സൈറ്റ് അറിയായിരിക്കും, ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് സ്റ്റുഡൻസിനാണെങ്കിലും നല്ലപോലെ ഏൺ ചെയ്യാം. നമ്മുടെ സ്റ്റുഡൻസിന് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്ക് നമ്മൾ സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാവുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമി എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. നിങ്ങൾ ഓൾറെഡി തന്നെ വെബ്സൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്യുക. നമ്മുടെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പം നമുക്ക് ALAMY അല്ലേ, അലുമി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടും. എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ വെബ്സൈറ്റിൽ കയറാം. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞതാണ്. അല്ല, നമ്മൾ ഓൾറെഡി തന്നെ ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൻ്റെ അലുമി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരു ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കോപ്പിറൈറ്റിൻ്റെ വാട്ടർമാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അത് ഈ വെബ്സൈറ്റാണ്. അപ്പം ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഇത്. അപ്പം ഇത് ഓൾറെഡി നിങ്ങൾക്ക് അതിനകത്ത് കയറി കഴിഞ്ഞ് ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് മനസ്സിലാവും. കാരണം അവർ തന്നെ പറയുന്നത് നമുക്ക് ഒരു ലൈസൻസിന് അവർ ഫീ ആയിട്ട് അലുമി $30 നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഓരോ കൺട്രീസിനെ ബേസ് ചെയ്തിരിക്കും ഇതെന്ന് പറഞ്ഞാൽ സിമ്പിൾ രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് $30 എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ 2487 രൂപ നമുക്ക് ഓൾറെഡി കിട്ടുന്നതാണ്. ഇനി അത്രയൊന്നും കിട്ടണ്ട, നമുക്കൊരു 1000 അല്ലെങ്കിൽ 500 രൂപ കിട്ടിയാൽ പോലും, ഒരു ഫോട്ടോസിന് നമുക്ക് 500 രൂപ കിട്ടിയാൽ പോലും അതൊരു വലിയ കാര്യമാണ്. പക്ഷേ ഇച്ചിരി ക്വാളിറ്റി ഉള്ള ഒരു ഇമേജ് ആയിരിക്കണം. അപ്പോൾ ഐഫോണൊക്കെ ഓൾറെഡി തന്നെ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതാണ് ഈ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമേജസ് ഓൾറെഡി തന്നെ ഇഷ്ടംമാതിരി പേര് ഈ വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്നാലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തൊരു പാർട്ണർ ആണ്, അതായത് നമുക്ക് കോൺട്രിബ്യൂട്ടർ ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ഓൾറെഡി തന്നെ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബിക്കം എ കോൺട്രിബ്യൂട്ടർ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബിക്കം എ കോൺട്രിബ്യൂട്ടർ ആണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര്, അഡ്രസ്സ്, മെയില്, പാസ്വേഡ്, ഫോൺ നമ്പർ, നമ്മുടെ സ്ട്രീറ്റ്, നമ്മുടെ ഏതെങ്കിലും ഫോട്ടോഗ്രാഫറോ ഏജൻസിയോ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് 100% അതിൻ്റെ ലൈസൻസ് ഫീ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഇമേജ് വിറ്റ് കഴിഞ്ഞാലുള്ള. പിന്നെ നമ്മുടെ കുറച്ച് പ്രൈവസി നമ്മൾ ടിക്കോൺ ചെയ്യും. പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ഓഫേഴ്സും നോവൽ യൂസർ ഓഫേഴ്സുമാണ്. അത് നിങ്ങൾ നോക്കുന്ന ആവശ്യമില്ല. ജസ്റ്റ് എഗ്രി വിത്ത് ബിക്കം എ കോൺട്രിബ്യൂട്ടർ ചെയ്യുക. ബിക്കം എ കോൺട്രിബ്യൂട്ടർ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പം ഞാനൊന്ന് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ അക്കൗണ്ടിൽ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റും എൻ്റെ ഏതെന്ന് പറയുന്നത് നമ്മുടെ കാറ്റലോഗ് അല്ലെങ്കിൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇമേജ് അപ്ലോഡർ അക്കൗണ്ട് ബാലൻസ് ഞാൻ കുറച്ച് നേരം മുമ്പാണ് ഞാൻ ഈ ഇമേജസൊക്കെ അപ്ലോഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എൻ്റെ കോൺട്രിബ്യൂട്ടർ ഡാഷ്ബോർഡാണിത്. അപ്പം എനിക്ക് ഓൾറെഡി തന്നെ ഇമേജസ് മാനേജർ എന്ന് പറയുന്ന അക്കൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അക്കൗണ്ട് ബാലൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബാലൻസ് എത്രയാണെന്ന് കിട്ടും. പിന്നെ ഇമേജ് മാനേജർ ആണെങ്കിൽ ഞാൻ ഏതൊക്കെ ഇമേജസ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഇമേജസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒന്നും നിങ്ങൾക്ക് അറിയണ്ട, നേരെ വരെ ഇവിടെ കണ്ടോ, ഇത് അക്കൗണ്ടിൽ ഏതൊക്കെയാണ് കോൺട്രിബ്യൂട്ടർ ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നതിന് അത് ടിക്ക് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് ഇഷ്ടമായ ടൈപ്പ് ഉണ്ട്. സ്റ്റോക്സ്, ഫോട്ടോസ് ഉണ്ട്, ഇല്ലസ്ട്രേഷൻ 360 ഇമേജസ് ഉണ്ട്, വെക്ടറുകളുണ്ട്. ഓക്കെ, പിന്നെ ലൈവ് ന്യൂസസ് ആണ്, ന്യൂസ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. ഇത്രയും കാറ്റഗറിയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ ഇല്ലസ്ട്രേഷൻ ആദ്യം ടിക്ക് ഓൺ ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി തന്നെ എൻ്റെ ഇവിടെ ഓൾറെഡി സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണിക്കും. ഈ 3 ഓപ്ഷൻസിൽ നിങ്ങൾ ഇല്ലസ്ട്രേഷൻ അല്ലെങ്കിൽ ഇമേജ് ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോഗ്രാഫ്സ് ടിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ എൻ്റെ ഈ ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്. ക്വാളിറ്റി കൺട്രോളും
നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇവർ ഇതിനകത്തോടെ നമുക്ക് റവന്യൂ ജനറേറ്റ് ഈ ഇമേജസ് ആരെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്ത് കിട്ടും. അപ്പം ഇതൊരു സിമ്പിൾ ആപ്ലിക്കേഷനോ അല്ല വെബ്സൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാൻ ഒരു ഫേമസ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഓൾറെഡി തന്നെ കുറേ പേരൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തോടെ ഇമേജസോ സ്റ്റോക്ക് ഇമേജസോ അല്ലെങ്കിൽ പറഞ്ഞ വെക്ടേഴ്സോ കാര്യങ്ങളോ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ വിറ്റ് നല്ലപോലെ എമൗണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വെറുതെ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ ഈ ഫോട്ടോഗ്രാഫി സ്റ്റുഡൻസോ അങ്ങനെയുള്ളവർക്കെല്ലാം ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. കാരണം എനിക്കൊരു എമൗണ്ട് കിട്ടി, ഞാൻ ഓൾറെഡി സ്റ്റോക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് എമൗണ്ട് കിട്ടിയതിന് ശേഷം ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരെ ഓക്കെ, താങ്ക്സ്.